പക്ഷേ ശബ്ദം ഇപ്പോഴും ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ന് എനിക്ക് വന്ന് നിൽക്കുമ്പം തന്നെ ഫുള്ളൊരു എനർജി തരാനായിട്ട് ഒരാൾ ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, മലയാളത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ്. മലയാളത്തിന് വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ നൽകിയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ലെറ്റ്സ് വെൽക്കം മഞ്ജു പിള്ളെ റൈറ്റ് ഹിയർ ഓൺ ലൈവ് വിത്ത് ഹിറ്റ്. ആദ്യമേ അങ്ങനെ അതായത് പറഞ്ഞ അവസാന നിരയിലുള്ള മറ്റേ ഗോൾഡൻ വിസ എന്നാണ് പറയുന്നത് അല്ലേ? ഗോൾഡൻ വിസ കിട്ടിയതിന് കൺഗ്രാറ്റുലേഷൻ. ശരിക്കും ഇത് ഇത്രയും വൈകി എന്താ? ആക്ച്വലി എനിക്ക് ആദ്യം ഭയങ്കര ചമ്മലായിരുന്നു. ട്രോളൊക്കെ ഇറക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ദുബായ് വിസിറ്റ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ പലരും പറഞ്ഞപ്പോൾ തുടങ്ങിയ സമയത്തൊക്കെ ഒരുപാട് പേര് ഇത് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വർഷത്തിലൊന്നോ മാക്സിമം രണ്ടോ ഒക്കെ പോകുന്നു, അതും ഷോയ്ക്കാണ്. സോ ഞാൻ അവരെടുത്ത് തരുന്ന വിസയിൽ പോയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു വിസ എടുക്കണം എന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ മനസ്സിൽ പക്ഷെ ട്രോളാണ്. അപ്പോൾ ഞാനത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഞാൻ പേര് പറയില്ല, ഒരാളത് എടുത്തു, കിട്ടി. അയാൾക്ക് കിട്ടിയപ്പോൾ കൂടെയുള്ളവർ കളിയാക്കാൻ തുടങ്ങി. നാണമുണ്ടോ അയാൾക്ക് വരെ കിട്ടി, അയാൾ വരെ എടുത്തു, നിനക്ക് നാണമുണ്ടോ, നിനക്ക് പോയി ചത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒന്ന് നോക്കാം, മോശമല്ലേ, എല്ലാരും എടുത്തു, എല്ലാരും ഇനി അതിന്റെ പേര് ട്രോളർക്കണ്ട. അതെ, അപ്പൊ നമ്മൾ പറയില്ല, ആ സത്യം ഇതോടുകൂടി മണ്ണടിയിട്ടെ. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ ഓക്കെ, ഇനിയിപ്പോ അതിന്റെ പേരിൽ ട്രോൾ ഇറങ്ങണ്ട, മഞ്ജു പിള്ള ഇത് നിരസിച്ചു എന്നൊക്കെ പറഞ്ഞ് ട്രോൾ ഇറങ്ങണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് ഞാൻ എടുത്തു. ഭയങ്കര ആഘോഷമായിരുന്നു. അതും എടുത്തു വെച്ചിട്ട് കുറെ നാളായി. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു, അയ്യോ വന്ന് മേടിച്ചില്ലെങ്കിൽ അത് പിന്നെ എക്സ്പയർ ആവും. അതാണ്. അല്ല, അത് പക്ഷെ നന്നായി. ഞാൻ പറഞ്ഞത് നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇവിടെ ഉള്ള ആർട്ടിസ്റ്റുകളെ അംഗീകരിച്ചുകൊണ്ടാണ്, അതൊരു റെക്കഗ്നിഷൻ ആയിട്ടാണല്ലോ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര സന്തോഷം. ഇത് കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. മഞ്ജുജിയുടെ കരിയറിൽ തന്നെ വളരെ നല്ലൊരു ടൈമിലൂടെയാണ് പോകുന്നത്. കാരണം നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇപ്പോൾ അടുപ്പിച്ച് വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഹോം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുക. കാരണം ഹോം ആയാലും ഫാലിമി ആണെങ്കിലും ജെ ആണെങ്കിലും മലയാളി ഫ്രം ഇന്ത്യ ആണെങ്കിലും അങ്ങനെ എല്ലാത്തിലും ഭയങ്കര രസമായിട്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു മഞ്ജു പിള്ള ക്വസ്റ്റ്യനിലാണ് പോകുന്നത്. അതിനകത്തൊക്കെ മഞ്ജു പിള്ള സിഗ്നേച്ചറിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മഞ്ജുജി എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ ഇപ്പൊ നെപ്പോ കിഡ്സ് എന്നൊക്കെ പറയണ പോലെ ശരിക്കും നെപ്പോട്ടിസം ഉണ്ട് വലിയ. അതായത് മലയാളം കണ്ട ഏറ്റവും മികച്ച ഒരു പക്ഷേ കോമഡി എന്ന് പറയുന്നത് മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരിൽ ഒരാളെ SP പിള്ള സാറിന്റെ ഫാമിലിയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ശരിക്കും പക്ഷെ ആ നെപ്പോട്ടിസത്തിന്റെ ഗുണം തുടക്ക കാലഘട്ടത്തിൽ കിട്ടാത്തൊരാളാണോ മഞ്ജു ചേച്ചി? ഞാൻ അതായത് എൻ്റെ ഒരു എന്താ പറയുക ടീനേജ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 20s അതിലൊക്കെ ഞാൻ ആക്ച്വലി ചെയ്തിരുന്നു. ഇതിനറിയാലോ, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മോളൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ചൊന്ന് മാറിയതാണ്. കാരണം പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നമ്മൾ അവർക്ക് ടൈം കൊടുക്കണം വിചാരിക്കുക. ഒന്നുകിൽ അറ്റ്ലീസ്റ്റ് അമ്മയെങ്കിലും ഉണ്ടാവണം. മഴയത്ത് മുമ്പേയൊക്കെ എൻ്റെ 17 വയസ്സിലോ 18 വയസ്സിലോ എന്തോ ആണ് മഴയത്ത് മുമ്പേയൊക്കെ. അപ്പോൾ ഒരു 26 ഒക്കെ ആയപ്പോൾ എൻ്റെ മാരേജ് കഴിഞ്ഞപ്പോൾ അത് പിന്നെ ബ്രേക്കായി. പിന്നെ അങ്ങനെ ചെയ്ത സീരിയൽസ് ആണ് ഒന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളും ജഗദീഷ് ചേട്ടൻ്റെ കൂടെ, പിന്നെ അതെ പിന്നെ ഇന്ദുമുഖി ചന്ദ്രമതി. ഈ രണ്ട് മൈൽ സ്റ്റോൺസ് ഓഫ് ടെലിവിഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇത് രണ്ട്, ഈ ലൈഫ് ഇസ് ബ്യൂട്ടിഫുളും ഈ ഇന്ദുമതി ചന്ദ്രമതിയും സത്യം പറഞ്ഞാല് മലയാളത്തിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഇന്ന് ഉപ്പും മുളകും എന്നൊക്കെ പറയുന്ന സംഭവത്തിലോട്ടൊക്കെ തട്ടിമുട്ടിയൊക്കെ കൊണ്ടെത്തിച്ചത് അതാണ്. കാരണം വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പലപ്പോഴും ലൈവ് ഡബിംഗ് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സാധനം അല്ലെ? അങ്ങനെയല്ലേ പക്ഷെ ലൈവ് സിംഗ് സൗണ്ടിന്റെ ഫീലിലാണ് ആ സാധനം. ബിക്കോസ് അത്ര നല്ല ആക്ടേഴ്സ് ആയിരുന്നു അതിൽ ചെയ്തിരുന്നത്. ഇപ്പൊ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ജഗദീഷ് ചേട്ടനായിരുന്നു, ലളിതാമ്മയായിരുന്നു, അതിലും അമ്മായിമ്മ ലളിതാമ്മയായിരുന്നു, പിന്നെ ഞാനുണ്ടായിരുന്നു, ശിവജി അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം ഉണ്ടായിരുന്നു, രമചേച്ചി ഉണ്ടായിരുന്നു, ഇന്ദ്രൻ സേട്ടൻ ഉണ്ടായിരുന്നു, രശ്മി ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇന്ദുമുഖി ചന്ദ്രമതിയിലും ഞാനും മല്ലിയ ചേച്ചിയായിരുന്നു. അതെ, അപ്പോ അത് ചെയ്തിരുന്നു. അപ്പം പിന്നെ മോള് കുറച്ച് വലുതായി, എനിക്ക് ഈ ജോലിക്കാരുടെ കയ്യിൽ
മകളെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് വന്ന സിനിമകളൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്നു. പക്ഷേ ഒരു 12th കഴിഞ്ഞപ്പോൾ ഐ മീൻ എനിക്ക് തോന്നുന്നു +2 കോവിഡ് കാലഘട്ടം, മോളുടെ 12th ഒക്കെ കഴിയുന്ന ആ സമയത്ത് ആണ് എനിക്ക് ഹോം വന്നത്. എനിക്ക് ആക്ച്വലി അന്ന് ഞാനും സുജിത്തും ഈ പറഞ്ഞ പോലെ ഫാമിങ് ആൻഡ് എന്താ പറയണ്ടേ അങ്ങനെ ഇതിൽ നിൽക്കുമ്പോഴാണ് വിജയബാബു അദ്ദേഹത്തിന്റെ കോള് വരുന്നതും ചെയ്യാമോ ചോദിക്കുന്നതും. ഇന്ദ്രൻ ചേട്ടന്റെ വൈഫായിട്ട് ഒരു ക്യാരക്ടർ അല്ലേ വരുന്നു. അതൊരിക്കലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മലയാളത്തിലെ തന്നെ ഈ അമ്മ റോളുകളുടെ ഒരു റീഡെഫിനിഷൻ ആയിരുന്നു അതിനകത്ത്. കാരണം വളരെ കൃത്യമായി നമുക്ക് പാവപ്പെട്ട അമ്മമാരെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. കവിയൂർ പൊന്നമ്മ അമ്മ, ലളിതാമ്മയാണ് പിന്നെയും ഇച്ചിരിയൊക്കെ ഒരു ഇതായിട്ടുള്ളത്, മീനമ്മയൊക്കെ. പിന്നെ ഇതൊരു നാച്ചുറൽ നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഒരു ഇതിലുള്ള ശരിക്കുള്ള അമ്മയാണ്. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ്. ഞാൻ എൻ്റെ ബ്രദറിനെയൊക്കെ ആ ഗ്ലാസിന്റെ കാര്യത്തിലൊക്കെ ചീത്ത വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്ലാസ് മേളിൽ വെച്ചിട്ട് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആണ് അല്ല ശരിക്കും അത് നമുക്ക് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് കൊണ്ടാണ് പിന്നീട്. പക്ഷെ അവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഹോം, ഫാലിമി, ഇപ്പം മലയാളി, ഇതെല്ലാത്തിലും ഉള്ള ക്യാരക്ടേഴ്സ് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ മഞ്ജു ചേച്ചി? എനിക്ക് വീണ്ടും വന്നത് ആക്ച്വലി അങ്ങനെയായിരുന്നു. അത് മലയാളത്തിന്റെ ഒരു പ്രശ്നമല്ലേ ശരിക്കും? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് എനിക്ക് ആക്ച്വലി ഞാൻ സ്നേഹപൂർവ്വം ഞാൻ നിരസിച്ചിരണം. ടൊവിനോട് അമ്മയായിട്ടൊരു ഒരെണ്ണം വന്നിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നും വിചാരിക്കരുത്, കാരണം അതിലും ദാരിദ്ര്യം, തയ്യൽക്കാരി, മകൻ ഇന്ന ജോലിയെ ചെയ്യുള്ളൂ എന്നുള്ള നിർബന്ധം, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ മലയാളി ഫ്രം ഇന്ത്യയിൽ ചെയ്തത്. അതിലും തയ്യൽക്കാരിയാണ്, പിന്നെ കഞ്ഞി വെക്കാൻ പോകും സ്കൂളിൽ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും ഒരു ഹീറോയുടെ അമ്മ എന്ന് പറയുമ്പോൾ അങ്ങനെ പാവപ്പെട്ട ഒരു എന്നെ കണ്ട അത്ര ദാരിദ്ര്യ ലുക്ക് ഉണ്ടോ? പക്ഷേ ദൈവത്തെ സഹായിച്ച് ദാരിദ്ര്യം വരുത്തിയാൽ എനിക്കത് വരും കേട്ടോ. ദൈവം സഹായിച്ച് മറ്റേ സൈഡും വരും. ജഡ്ജിയോ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ് എല്ലാം കേട്ടോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മഞ്ജു ചെയ്ത ക്യാരക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. അതായത് ഒരു മഞ്ജു പിള്ളை സിഗ്നേച്ചറോട് കൂടിയാണ്. ഇപ്പം നമുക്ക് ഉർവശി ചെയ്ത കഥാപാത്രങ്ങളെ പറ്റി പറയാം, അല്ലെങ്കിൽ ലളിതാമ്മയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ലളിതാമ്മ ചെയ്ത ക്യാരക്ടേഴ്സിന് ഒരു KPC ലളിത സിഗ്നേച്ചർ എന്ന് പറയും. ആ രീതിയിലുള്ള സിഗ്നേച്ചർ കറക്റ്റായിട്ട് കൊടുത്ത് അഭിനയിക്കുന്ന ഒരാളാണ് മഞ്ജു പിള്ള. ആ ക്യാരക്ടറിനെ അതിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് മഞ്ജു ചേച്ചി അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. നമുക്ക് നമ്മുടെ ലിസണേഴ്സിനും കൂടി കുറച്ച് സമയം കൊടുക്കാം. കുറച്ച് ആൾക്കാർക്ക് മഞ്ജു ചേച്ചി എടുത്ത് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടൈം കൊടുത്ത് നമുക്ക് കുറച്ച് ഒരു 2 പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരാം. അടുത്ത ഞാൻ ഇടാൻ പോകുന്ന പാട്ട് മകനായിട്ട് അഭിനയിച്ച ആൾ ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കിയ പാട്ടാണ്. നിവിൻ പോളിയുടെ ഹബീബി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സിംഗിൾ ഇറങ്ങിയിട്ടുണ്ട്, ഡബ്സിയുമായിട്ട് ചേർന്ന് ചെയ്തത്. അതിടാം നമുക്ക്.